ആശാസമരത്തിൽ സമരക്കാരെ കൈയൊഴിഞ്ഞ തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയും ഓണറേറിയം വർദ്ധിപ്പിക്കാമെന്ന തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ടെന്നും വർധന ഉടൻ പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. സർക്കാർ പോസിറ്റീവായി ചിന്തിക്കണമെന്നായിരുന്നു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതികരണം. ആരോഗ്യമന്ത്രിയുടെയും നാഷണൽ ഹെൽത്ത് മിഷന്റെയും സമവായ ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് തൊഴിൽ മന്ത്രി ഇന്നലെ ആശാ സമരക്കാരെ കണ്ടത്. 3 മാസത്തിനകം ഓണറേറിയം വർധന നടപ്പാക്കാമെന്ന് സമരക്കാർക്ക് ഉറപ്പുകൊടുത്തിട്ടുണ്ട്. വർധന പഠിക്കുന്നതിനുള്ള സമിതിയുടെ കാലാവധി 1 മാസമായി ചുരുക്കുന്നതും ആലോചിക്കാം. ഇതിൽ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഒരു സർക്കാരിനുമാകില്ലെന്ന് മന്ത്രി റിപ്പോർട്ടറിനോട്. അവരോട് ഗവൺമെന്റ് നിലപാട് പറഞ്ഞു. ആരോഗ്യവകുപ്പ് മന്ത്രിയുമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചയുടെ മിനിറ്റ്സ് അവർ വായിച്ചു കേൾപ്പിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ അനുഭവത്തിൽ ഒരു സമരം ഒത്തുതീർപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഇതിൽ കൂടുതൽ ഒരു ഉറപ്പ് കിട്ടുന്നത് വളരെ പ്രയാസമാണ്. ഓണറേറിയം വർദ്ധിപ്പിക്കാവുന്ന തത്വത്തിൽ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും ഒരു സമരത്തിനും ഉറപ്പുണ്ടായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. ഓണറേറിയം വർധന പ്രഖ്യാപിക്കാതെ സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്നാണ് സമരസമിതിയുടെ നിലപാട്. സർക്കാർ പോസിറ്റീവായി ചിന്തിക്കണമെന്ന് സമരസമിതി നേതാവ് എം.എ. ബിന്ദു. അദ്ദേഹത്തിനോട് നമ്മുടെ സ്റ്റാൻഡ് പറഞ്ഞു, ഒരു തുക പ്രഖ്യാപിക്കാതെ നമ്മൾ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ തീരുമാനം എന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ അന്നത്തെ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട് എന്നുള്ള മിനിറ്റ്സ് അദ്ദേഹം വായിച്ച് കേൾപ്പിച്ചു. പക്ഷേ എന്താണ് അപ്പോൾ ഇവരുടെ മുന്നിൽ നിൽക്കുന്ന തടസ്സം? ഈ 2 മാസത്തിനുള്ളിൽ ഇതുവരെ എന്തെങ്കിലും ചർച്ച ചെയ്ത് തീരുമാനിക്കാറായിട്ടില്ലേ? അത് വേണ്ടേ? സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകർ നടത്തുന്ന സമരം ഇന്ന് 58ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാര സമരം ഇന്ന് 20ാം ദിവസമാണ്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.